Hello. ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാ ഈ കാണുന്ന കേക്ക് ഉണ്ടാക്കാൻ പോകട്ടോ. കേക്കിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിന് കേക്ക് ഉണ്ടാക്കുന്നതിനായിട്ടുള്ള ടൂൾസോ കാര്യങ്ങളോ തന്നെ ആവശ്യമില്ല. അപ്പോൾ നമുക്ക് പരിപാടിയിലോട്ട് കിടക്കാം. അതിന് 5-6 പഴം എടുക്കുക, പിന്നെ 2 മുട്ട എടുക്കുക, പിന്നെ 2 ടേബിൾ സ്പൂൺ ഓഫ് ബ്രൗൺ ഷുഗർ, കുറച്ചുകൂടെ മധുരം വേണമെങ്കിൽ 1 സ്പൂൺ പഞ്ചസാരയും കൂടെ ആഡ് ചെയ്യാം, പിന്നെ 3 ഏലക്കയും കുറച്ച് വെജിറ്റബിൾ ഓയിലും കൂടെ ആഡ് ചെയ്യാം. ഇതിനൊന്നും മെഷർമെന്റ്സ് ഒന്നും കറക്റ്റായിട്ട് എനിക്ക് അറിയത്തില്ലോ, ഞാൻ ഊഹക്കണക്ക് വെച്ച് ചെയ്യാണ്. ഇതിനെല്ലാം കൂടെ നമുക്ക് മിക്സിയുടെ ബ്ലെൻഡറിൽ ഇട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുമ്പോൾ ഇതായി ഒരു പരുവത്തിൽ കിട്ടും. ഇതിന് നമ്മളൊരു ബൗളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. ഈ സ്റ്റെപ്പ് വരെ വളരെ കൃത്യമാണ്. ഇനിയാണ് നമ്മുടെ കഥ മാറാൻ പോകുന്നത്. സാധാരണ എല്ലാത്തിലും മൈദാപ്പൊടിയാണ് ഉപയോഗിക്കുന്നത്, ഞാനിവിടെ ഗോതമ്പൊടിയാണ് ഉപയോഗിക്കുന്നത്. കുറച്ച് ഹെൽത്തി ആയിക്കോട്ടെ കരുതി അതിലേക്ക് നമുക്ക് കുറച്ച് ബേക്കിംഗ് സോഡയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കാം. ഒരു കാര്യം മറന്നുപോയി, ന്യൂട്രലും പാലും കൂടെ അടിച്ചതും കൂടി ചേർക്കാണ്. കുറച്ച് ചോക്ലേറ്റ് ഫ്ലേവർ കിട്ടിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് കേട്ടോ. അതിന് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ആക്കി എടുക്കാം. ഇത് എത്രത്തോളം വിജയിക്കുമെന്ന് എനിക്കറിയത്തില്ല, കാരണം ഗോതമ്പൊടി ആയതുകൊണ്ട് എനിക്ക് ഫ്ലോപ്പ് ആവാൻ നല്ല പേടിയുണ്ട്. അപ്പം നമുക്ക് നോക്കാം എങ്ങനെ വരുമെന്ന്. കുറച്ച് ടൈറ്റായിട്ട് ഫീൽ ചെയ്തതുകൊണ്ട് ഞാൻ കുറച്ച് പാലും കൂടെ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് ഒന്നുകൂടി മിക്സ് ആക്കിയപ്പോൾ ഇതായി ഒരു പരുവത്തിൽ എത്തിയിട്ടുണ്ട്. ഇത് കറക്റ്റാണ്, ഈ ഒരു പരുവം മതി. ഇനി നമ്മൾ ഇതിലേക്ക് കുറച്ച് ഓയിൽ ഗ്രീസ് ചെയ്തിട്ടൊരു പാത്രത്തിലൂടെ നമുക്ക് ഇതിനെ ട്രാൻസ്ഫർ ചെയ്ത് മാറ്റാം. ഇനി നമുക്ക് ഡാബ് ചെയ്ത് കൊടുക്കാം. എയർബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ അതങ്ങ് പൊക്കോട്ടെ. ഇനി നമുക്ക് ഗാർണിഷിനായിട്ട് കുറച്ച് നട്ട്സ് ഒക്കെ യൂസ് ചെയ്യാം. ഞാനിതൊരു പരീക്ഷണം ആയതുകൊണ്ട് നട്ട്സ് ഒന്നും യൂസ് ചെയ്യുന്നില്ല, ജസ്റ്റ് ന്യൂട്രൽ വെച്ചിട്ട് വരച്ചു കൊടുക്കുന്നതേ ഉള്ളൂ. പിന്നെ ഇതുപോലത്തെ ഒരു പാത്രത്തിൽ ഞാൻ ഇതൊന്ന് ബേക്ക് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അത് ഞാൻ തേരാപ്പാരം നടക്കുന്ന ദൃശ്യങ്ങളാണ് നിങ്ങളെ കാണുന്നത്. ഇതൊരു പരീക്ഷണമാണല്ലോ, ആദ്യമായിട്ട് ഉണ്ടാക്കുന്നതുമാണ്. മാത്രവുമല്ല പറഞ്ഞ രീതിക്കുള്ള മെഷർമെന്റ്സ് യൂസ് ചെയ്തിട്ടില്ല, യൂസ് ചെയ്യേണ്ട ഇൻഗ്രീഡിയൻസും അല്ല ഉപയോഗിച്ചേക്കുന്നത്. ഇങ്ങനെയൊക്കെ ആണെങ്കിലും തുറന്നു നോക്കിയപ്പോൾ കണ്ട ദൃശ്യം എന്നെ അത്ഭുതപ്പെടുത്തുന്നതായിരുന്നു. കാരണം കേക്ക് കയറി അടപ്പിൽ ഒട്ടിപ്പിടിച്ചിരിക്കുമായിരുന്നു. ഇതുപോലെ കയ്യിൽ നിന്ന് പോയെന്ന് കരുതി ഞാൻ ഫ്രണ്ട് പോർഷൻ കുറച്ച് പാത്രത്തിൽ ഒട്ടിപ്പിടിച്ച് പോയതല്ലാതെ വേറെ കുഴപ്പമൊന്നും പറ്റിയില്ല. അപ്പം തന്നെ ഒരു പാതി ആശ്വാസമായി. ഇനി ടേസ്റ്റ് നോക്കാം. സംഭവം ഞാൻ വിചാരിച്ച പോലെ അല്ല, സംഭവം വിചാരിച്ചതിനേക്കാളും അടിപൊളിയായിട്ടാണ് വന്നത്. കാരണം ഇത്രയ്ക്ക് സോഫ്റ്റ് ആവും ഞാൻ കരുതിയിരുന്നില്ല, പ്രത്യേകിച്ച് ഗോതമ്പൊടി കൊണ്ട് ഉണ്ടാക്കിയതുകൊണ്ട്. ടേസ്റ്റ് വൈസ് കുറച്ച് മധുരക്കുറവ് ഒഴിച്ച് നോക്കിയാൽ ബാക്കിയെല്ലാം നല്ലതായിരുന്നു. എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്കും ഇഷ്ടമാകും. അപ്പം നിങ്ങൾ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. ഈ ഇൻഗ്രീഡിയൻസ് തന്നെ ഫോളോ ചെയ്യണമെന്ന് ഞാൻ പറയണില്ല, പക്ഷേ ഈ ഒരു ഇൻഗ്രീഡിയൻസ് യൂസ് ചെയ്തതിൽ ഫ്ലോപ്പ് അല്ലാതെ ഞാൻ പറയുന്നു. അപ്പോൾ ശരി, ബൈ, അടുത്ത വീഡിയോ കാണാം.